കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. ഷാലോമിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മന്നയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം പൂർണ്ണമായിട്ടും പ്രകാശിക്കും. ഈ തിരുവചനത്തെ നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് കൊണ്ടുവന്ന് നമുക്കിപ്രകാരം ഒന്ന് ചിന്തിക്കാം. ഓരോ കുടുംബത്തിൻ്റെയും വിളക്ക് ആ കുടുംബത്തിലെ കുടുംബനാഥന്മാരാണ്. ആ കുടുംബനാഥ തൻ്റെ കുടുംബത്തിൽ പ്രകാശിക്കുമെങ്കിൽ ആ കുടുംബം പൂർണ്ണമായിട്ടും പ്രകാശിക്കും. ആ കുടുംബനാഥയ്ക്ക് തൻ്റെ കുടുംബത്തിലേക്ക് ദൈവസ്നേഹത്തെ, ദൈവാനുഭവത്തെ പകർന്നു കൊടുക്കുവാൻ സാധിച്ചെങ്കിൽ ആ കുടുംബം ഒരു തിരുക്കുടുംബമായിട്ട് മാറും. ആ കുടുംബത്തിൽ വേദനകളും പ്രശ്നങ്ങളും രോഗങ്ങളും പീഡകളും ഒക്കെ ഉണ്ടാകാം. ആ സമയത്തെല്ലാം അവർ ഒരു മനസ്സോടുകൂടി ഐക്യത്തോടുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള കുടുംബത്തിലാണ് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും വലിയ കരുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ളതും അനേക സ്ത്രീകൾ തങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളതും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ആദ്യ മാതാവായ ഹൗവയെക്കുറിച്ചും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ താങ്ങും തണലുമായ പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചാണ്. ഒരിക്കൽ കൂടി സ്നേഹത്തോടെ എല്ലാവരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. ദൈവം എല്ലാം സൃഷ്ടിച്ച ശേഷം ഇപ്രകാരം പറയുന്നു: ഞാൻ സൃഷ്ടിച്ചതെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം അതീവ സന്തുഷ്ടനും സന്തോഷവാനുമായി കാണുന്നുണ്ട്. അതിനുശേഷമാണ് മനുഷ്യന് രൂപം നൽകുന്നതായി നാം കാണുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ആ ചേർന്ന ഇണയെ നൽകാൻ വേണ്ടി ദൈവം മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തുന്നതും പിന്നീട് അവൻ്റെ അസ്ഥികളിൽ നിന്ന് ഒന്നെടുത്തുകൊണ്ട് സ്ത്രീക്ക് രൂപം നൽകുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരം അവന് ചേർന്ന ഇണയെ നൽകാൻ വേണ്ടി രൂപം കൊടുത്തതാണ് ഹൗവയെ. ആ ഹൗവയെ ആദത്തിൻ്റെ മുന്നിൽ ആദ്യം തന്നെ കൊണ്ടു നിർത്തുന്നത് നമുക്കൊന്ന് നോക്കാം. ദൈവം വളരെ സന്തോഷത്തോടെ ആണ് ആദത്തെ ഹൗവയുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തുന്നത്. ആദം അതിലേറെ സന്തോഷത്തോടെ ഹൗവയെ സ്വീകരിക്കുന്നതായി കാണാം. ഇപ്രകാരം പറയുന്നു: എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. അവർ രണ്ടുപേരും പരസ്പരം സംതൃപ്തരുമായി കാണപ്പെട്ടു. ശരിയാണ്, ദൈവം തൻ്റെ അനന്തമായ സ്നേഹത്തിൽ നിന്നാണ് ഈ കുടുംബത്തെ സൃഷ്ടിച്ചത്. എന്നിട്ടും അവിടെ പിശാച് കയറുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവം സൃഷ്ടിച്ച കുടുംബമാണിത്. ദൈവത്തിൻ്റെ കൂടെ നടന്ന കുടുംബമാണ്. തിരുവചനത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. ദൈവ സാന്നിധ്യമുള്ള കുടുംബമാണിത്. അതുമാത്രമല്ല, അവർ തമ്മിൽ വളരെയേറെ സ്നേഹബന്ധത്തിലായിരുന്നു എന്ന് നാം
വായിക്കുന്നുണ്ട്. എന്നിട്ടും പിശാച് അവിടെ തന്ത്രപൂർവം ഹൗവയെ പ്രലോഭനത്തിൽ വീഴ്ത്തിയെന്ന് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊരിന്തോസ് 11 അധ്യായം അതിൻ്റെ 3 തിരുവചനം. ആദിമാതാവായ ഹൗവ സാത്താൻ്റെ തന്ത്രത്തിൽ വീഴുന്നതാണ് നമ്മുടെ ഇവിടെ കണ്ടത്. അങ്ങനെ തന്ത്രത്തിൽ വീണ ഹൗവ ആദ്യം ചെയ്യുന്നത് ദൈവത്തെ മാറ്റി നിർത്തി. അതിനുശേഷം സാത്താനെ അനുസരിക്കുന്നവരായി മാറുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം സാത്താനെ വിശേഷിപ്പിക്കുന്നുണ്ട്: സാത്താൻ നുണയനും നുണയൻ്റെ പിതാവുമാണെന്ന്. അത്രയും കൗശലക്കാരനായ ആ സാത്താൻ ഹൗവയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നു. ദൈവം എന്താണ് നിന്നോട് പറഞ്ഞത്, അതൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം സൂത്രത്തിൽ അവളിലേക്ക് തെറ്റായ ബോധ്യങ്ങൾ കൊടുക്കുന്നതായി കാണാം. ദൈവം കൊടുത്ത ബോധ്യത്തിന് വിപരീതമായ ബോധ്യങ്ങളാണ് സാത്താൻ കൊടുക്കുന്നതും ഹൗവ അതിൽ വീഴുന്നതുമായിട്ടാണ് പിന്നീട് നാം കാണുന്നത്. തോട്ടത്തിലെ നടുവിലുള്ള മരത്തിൻ്റെ പഴം തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല എന്ന തെറ്റായ ബോധ്യം പകർന്നു കൊടുക്കുന്നു. പിന്നീട് പറയുന്നു, ആ പഴം തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും. അത് വേറൊരു തെറ്റായ ബോധ്യം. അതിലുപരിയായി പറയുന്നു, നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ 3 തെറ്റായ ബോധ്യങ്ങൾ കൊടുക്കുക മാത്രമല്ല, ദൈവത്തെപ്പറ്റി പോലും തെറ്റായ ഒരു ബോധ്യത്തിലേക്ക് ഹൗവയെ നയിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സാത്താൻ്റെ ഈ തന്ത്രത്തിൽ വീണ ഹൗവ പിന്നീട് ചിന്തിക്കുന്ന ഇപ്രകാരമാണ്: ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണുകൾക്ക് കൗതുകവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അത് നല്ലതാണെന്ന് അവൾ കണ്ടെത്തി അവളത് പറിച്ച് തിന്നുന്നതായിട്ടാണ് പിന്നെ നമ്മളവിടെ കാണുന്നത്. അവൾ പറിച്ച് തിന്നുക മാത്രമല്ല അവിടെ ചെയ്തത്, തൻ്റെ പ്രിയ ഭർത്താവിന് കൊടുത്തു, അവനും കഴിക്കുന്നതായി നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. അങ്ങനെ ഇപ്രകാരം ആ പ്രലോഭനത്തിൽ വീണ കുടുംബത്തിന് ആദ്യം സംഭവിക്കുന്നത് അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതിൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്ന് പറഞ്ഞ് ഏക മനസ്സായി ജീവിച്ചിരുന്ന അവർ പരസ്പരം കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. ആദ്യം അവിടെ ദൈവത്തെ പോലും കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. അങ്ങനെ ദൈവകൽപ്പന ലംഘിച്ച ആ കുടുംബത്തിലേക്ക് വലിയ വിള്ളലുകൾ കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ശരിയാണ്. ഹൗവ ഈ പ്രലോഭനത്തിൽ വീഴാൻ കാരണം ഇപ്പോൾ ഉള്ളതിലും നല്ലതും മെച്ചപ്പെട്ടതുമായ ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പ്രലോഭനത്തിലേക്ക് അവൾ വീഴുന്നത്. ഇന്ന് നമ്മൾ ഈ ലോകത്ത് കാണുന്നതും ഇത് തന്നെയാണ്. ഇന്ന് ഭൂരിഭാഗം പേരും ഇപ്പോൾ ഉള്ളതിലും മെച്ചപ്പെട്ട ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അയൽക്കാരന് ഒരു നല്ല വീട് ഉണ്ടായിരിക്കാം, അതിലൊരു നല്ലൊരു വാഹനം ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അതിനേക്കാട്ടിലും നല്ലൊരു വീട് വയ്ക്കാം, അല്ലെങ്കിൽ നല്ലൊരു വാഹനം മേടിക്കാമെന്ന് എൻ്റെ ഒരു ചിന്ത. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ മക്കളുടെ വിവാഹം കാണുമ്പോൾ എൻ്റെ മക്കളുടെ വിവാഹം അതിനേക്കാട്ടിലും എത്ര മനോഹരമായിട്ട്, അതിനേക്കാട്ടിലും ഭംഗിയായിട്ട് എങ്ങനെ നടത്താം എന്ന എൻ്റെ ഒരു ചിന്ത. അല്ലെങ്കിൽ ഒരു നല്ലൊരു വസ്ത്രം കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ചെരുപ്പ് കാണുമ്പോൾ എനിക്കത് സ്വന്തമാക്കണമെന്ന എൻ്റെ ഒരു ആഗ്രഹം. ഇത് പിശാചിൻ്റെ വലിയൊരു കെണിയാണ്. അത് നമ്മൾ ഓരോ കുടുംബനാഥന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് എനിക്കും അതുപോലെയാകണം, എന്നാൽ ഭർത്താവിൻ്റെ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ പലിശയ്ക്ക് പൈസ മേടിച്ചോ കടം മേടിച്ചോ ഞാൻ ആർഭാട ജീവിതം നയിക്കുമ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ വലിയൊരു നിരാശയിലേക്കോ അല്ലെങ്കിൽ വലിയൊരു തകർച്ചയിലേക്കുമാണ് ചെന്ന് വീഴുന്നത്. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതല്ല. 1 തിമോത്തി 6 അധ്യായം അതിൻ്റെ 6 തിരുവചനത്തിൽ പറയുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ്. വീണ്ടും തിരുവചനം പറയുന്നു, ഫിലിപ്പി 4 അധ്യായം 19 തിരുവചനം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അപ്പോൾ ദൈവത്തോടു കൂടെ നാം ചേർന്ന് നിൽക്കുമെങ്കിൽ ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം നമുക്ക് തരും. പലതരത്തിൽ പ്രകാരം പ്രലോഭനങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ കടന്നു വരാം. അത് പലതരത്തിലാണ്. അപ്പോഴേക്ക് ഇതിനൊക്കെ എപ്രകാരം അതിജീവിക്കാമെന്ന് ഓരോ സ്ത്രീയും മനസ്സിലാക്കണം. പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇപ്രകാരമുള്ള പ്രലോഭനങ്ങളെ നമുക്ക് കീഴടക്കാൻ സാധിക്കൂ.
പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ ഒരമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ നമുക്ക് കുടുംബത്തെപ്പറ്റി വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് നമുക്ക് പ്രത്യേകമായി സ്ത്രീകൾ വ്യക്തമായി മനസ്സിലാക്കണം. ഓരോ കുടുംബത്തിൻ്റെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഉണർന്നിരുന്ന് കുടുംബനാഥ എന്നതിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യകത അനിവാര്യമാണെന്ന് ഓരോ കുടുംബനാഥയും സ്ത്രീയും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി പറഞ്ഞത് ശരിയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അഗ്നിയും ജലവും നിൻ്റെ മുൻപിൽ വെച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ജീവനും മരണവും നിൻ്റെ മുൻപിലുണ്ട്, ഇഷ്ടമുള്ളത് നിനക്ക് ലഭിക്കും. അപ്പം ഓരോ കുടുംബനാഥന്മാരുടെയും ഉത്തരവാദിത്തമാണ് ഓരോ കുടുംബത്തെയും ഉന്നതിയിലേക്ക് കൊണ്ടുപോവുക, ആത്മീയമായിട്ട് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലാൻ പഠിപ്പിച്ചിരുന്നു. സന്ധ്യയ്ക്ക് തിരി കത്തിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കുമായിരുന്നു എൻ്റെ അമ്മ. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അമ്മയോട് പറയുമായിരുന്നു, അമ്മ എനിക്കിങ്ങനെ വിഷമമുണ്ടെന്ന്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു തന്നത് ഇങ്ങനെയായിരുന്നു, മോനെ, നിനക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നീ ദൈവത്തോട് പറയണം, അതിന് ഉത്തരം ദൈവം നിനക്ക് തരുമെന്ന്. ആ ചെറുപ്പത്തിൽ എനിക്കതൊന്നും മനസ്സിലായിരുന്നില്ല അമ്മ എന്താ പറഞ്ഞതെന്ന്. പിന്നീട് വളർന്നു വരുമ്പോൾ ഓരോ ചെറിയ വിഷമങ്ങളുണ്ടാകുമ്പോൾ അമ്മ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വലിയൊരു സന്തോഷം, ഒരു സമാധാനം എനിക്ക് കിട്ടിയിരുന്നു. വിവാഹത്തിന് ശേഷം ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. സന്ധ്യയ്ക്ക് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നതിനെക്കുറിച്ചും അതുപോലെ ഒരു ചെറിയ വിഷമങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തോട് പറയണം. ഒരു കൂട്ടുകാരനെ പോലെ, ഒരു കൂട്ടുകാരിയെ പോലെ നിങ്ങൾ ദൈവത്തെ കണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ ദൈവത്തോട് പറയണമെന്ന് അവരോട് ധൈര്യപൂർവ്വം പറയാനായിട്ട് എൻ്റെ അമ്മ പഠിപ്പിച്ചതുകൊണ്ട് എനിക്കിന്ന് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സിനി പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തത്, പ്രാർത്ഥനയിലൂടെ ഒരു വിജയം വരിച്ച ഒരു കാര്യം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ ശക്തിയെപ്പറ്റി. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എനിക്കറിയുന്നൊരു ചേച്ചി വിവാഹത്തിന് മുമ്പ് വളരെയധികം പ്രാർത്ഥനാ നിർഭരം നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വിവാഹത്തിന് ശേഷം ആൾക്ക് കിട്ടിയ ജീവിത പങ്കാളി പ്രാർത്ഥനയേ ഇല്ല, പള്ളിയിലും പോവില്ല, കൂടാതെ മദ്യപാനി. ഈ ഭാര്യയെയും പള്ളിയിൽ പോകാനൊന്നും വിടില്ല, പ്രാർത്ഥിക്കാനൊന്നും വിടാതെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആൾ എത്തിച്ചേർന്നത്. അവിടെ ആ മകൾ രാത്രിയുടെ യാമങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഈ ഭർത്താവിന് വേണ്ടി. പിന്നീട് അവിടെ വലിയൊരു സന്തോഷമാണ് നമ്മൾ കാണുന്നത്. ഈ മദ്യപാനിയായ ഭർത്താവ് മദ്യപാനം ഉപേക്ഷിക്കുകയും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അതിലുപരിയായി അവർ ഇപ്പോൾ സുവിശേഷ വേല ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിൻ്റെ ശക്തിയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നമുക്ക് ലഭിക്കുമെന്ന് ദൃഢമായി നമുക്ക് വിശ്വസിക്കാൻ ഈ ഉദാഹരണം നമ്മളെ വളരെ സഹായിക്കുന്നുണ്ട്. ചേച്ചി പറഞ്ഞത് ശരിയാണ്. പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം കാണുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ. ഇത് നമുക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവനും മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പരിശുദ്ധ ദൈവമാതാവ്. അതെ, ആദത്തിലൂടെയും ഹൗവയിലൂടെയും സാത്താൻ ദൈവിക പദ്ധതി തകർത്തുവെങ്കിൽ പരിശുദ്ധ മാതാവിലൂടെയും രക്ഷകനായ ഈശോ മിശിഹായിലൂടെയും മാനവകുലത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷാകര പദ്ധതിക്ക്, പുതിയ ഒരു പദ്ധതിക്ക് ദൈവം അവിടെ രൂപം കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് നമ്മുടെ പരിശുദ്ധ അമ്മ പൂർണ്ണമായി സഹകരിക്കുന്നതായി നമുക്ക് കാണാം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് എളിമയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പരിശുദ്ധ അമ്മ. സാത്താന് ആധിപത്യം ഉണ്ടായിരുന്ന ഈ ലോകത്തിലാണ് പരിശുദ്ധ അമ്മ തൻ്റെ ദൗത്യം നിറവേറ്റാനായി കടന്നു വരുന്നത്. അവിടെ പ്രതികൂലങ്ങളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അമ്മക്ക് അനുഭവിക്കേണ്ടതായി വന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അമ്മ അവിടെയൊന്നും ആരെയും കുറ്റപ്പെടുത്താതെ അവിടെ പ്രാർത്ഥനാ നിർഭരമായി ദൈവകൃപയിൽ നിറഞ്ഞ് അതൊക്കെ ഏറ്റെടുക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സഹനത്തെ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നത് ജപമാലയിലെ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിലാണ്.
പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരും നിന്ന് ഈ രഹസ്യം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് സന്തോഷത്തിൻ്റെ രഹസ്യത്തിന് പകരം ഇതൊരു സഹനത്തിൻ്റെ രഹസ്യമായിട്ട് നമുക്ക് തോന്നും. ഒന്നാമത്തെ ദിവ്യരഹസ്യത്തിൽ പറയുന്നത് ദൈവകൽപ്പനയാൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് മംഗളവാർത്ത പറഞ്ഞതിനെയാണ്. കന്യകയായിരിക്കെ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് നമ്മുടെ ലോകത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കന്യക ഗർഭിണിയായാൽ പിന്നെ അവളെ കാണുന്നത് ഒരു വേറെ കണ്ണുകൊണ്ടാണ്. എന്നിരുന്നിട്ടും പരിശുദ്ധ ദൈവമാതാവ് അതിനെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് വഴങ്ങിക്കൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് അത് സഹിക്കുകയാണ്. അവിടെ സന്തോഷത്തോടു കൂടിയാണ് അമ്മ സഹിക്കുന്നത്. രണ്ടാമത്തെ ദിവ്യരഹസ്യത്തിൽ ചാർച്ചക്കാരിയായ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോകുന്ന പരിശുദ്ധ അമ്മ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധ അമ്മ തിടുക്കത്തോടു കൂടി പോയെന്നാണ്. ഇന്നത്തെ കാലഘട്ടത്ത് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കെ അറ്റ്ലീസ്റ്റ് അവൾക്കൊരു 3 മാസമെങ്കിലും ഒരു ബെഡ് റെസ്റ്റ് കൊടുക്കും. എന്നാൽ പരിശുദ്ധ അമ്മ ആ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തൻ്റെ ശരീരത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ അസ്വസ്ഥതകളും സഹിച്ചുകൊണ്ടാണ് അമ്മ തൻ്റെ ചാർച്ചക്കാരി ശുശ്രൂഷിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ദിവ്യരഹസ്യത്തിൽ നാം കാണുന്നത് രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ച്. ലോകത്തിൽ ഒരമ്മയ്ക്കും സഹിക്കാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കാത്ത ഒരു രംഗമാണിത്. ലോകരക്ഷകനായ ദൈവം പിറക്കുന്നത് കാലിത്തൊഴുത്തിൽ, എന്നിട്ട് അവനെ പൊതിയുന്നതോ പിള്ളക്കച്ച കൊണ്ട്. ലോകത്തിൽ ഒരമ്മയ്ക്കും അത് സഹിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ടും പരിശുദ്ധ ദൈവമാതാവ് അതിനെ പൂർണ്ണമായിട്ടും സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. നാലാമത്തെ ദിവ്യരഹസ്യത്തിൽ ദേവാലയത്തിൽ ഉണ്ണീശോയെ ശിമിയോൻ്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവത്തിന് കാഴ്ചവെക്കുന്നത് നാം കാണുന്നുണ്ട്. അവിടെ ശിമിയോൻ പറയുന്നൊരു വാക്കുണ്ട്, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന്. പരിശുദ്ധ അമ്മ ഒരു പരാതിയും പറയാതെ അത് തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതായിട്ട് നാം കാണുന്നു. അഞ്ചാമത്തെ ദിവ്യരഹസ്യത്തിൽ ബാലനായ യേശുവിനെ കാണാതെ പോകുമ്പോഴും അമ്മ ആരോടും പരാതി പറയുന്നില്ല. അതെല്ലാം അമ്മ സഹിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ ഈ ഓരോ വേദനകളും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അത് സഹിച്ചപ്പോൾ അത് അമ്മയ്ക്ക് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ലോകം മുഴുവനുമാണ് അതൊരു സന്തോഷത്തിൻ്റെ രഹസ്യമായി മാറിയത്. ഇതുമാത്രമല്ല സിനി നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ പോകുമ്പോൾ മാതാവിൻ്റെ കുറേ സഹനം തന്നെയായിരുന്നു മാതാവിൻ്റെ ജീവിതം എന്ന് പറയാം. അതാണ് നമ്മൾക്ക് പിന്നീട് രക്ഷാകര ദൗത്യങ്ങളായി മാറുന്നത്. അത് മാതാവ് സന്തോഷപൂർവ്വം സ്വീകരിച്ചു, ദൈവഹിതമനുസരിച്ച് പെരുമാറി, അവിടെ പിറുപിറുക്കലോ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ടാണത് എല്ലാവർക്കും മാനവകുലത്തിൻ്റെ രക്ഷയായി മാറുന്നത്. പിന്നീട് നാം കാണുന്നുണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ട മാതാവിനെ, വിധവയായ മാതാവിനെ, അതും കൂടാതെ സ്വന്തം ഏക മകൻ നഷ്ടപ്പെട്ട മാതാവിനെ. ആ പ്രതികൂല സാഹചര്യങ്ങളിലും പരിശുദ്ധ മാതാവ് സിഹിയോൻ ഊട്ടുശാലയിൽ ശിഷ്യന്മാരെ കൂട്ടിച്ചേർത്ത് ധൈര്യപൂർവ്വം പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായി പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന അങ്ങനെ അത്ര വരെ ശിഷ്യന്മാരൊക്കെ ഭയന്ന് വിറച്ചിരിക്കുന്ന അവസ്ഥകളായിരുന്നു. പരിശുദ്ധ അമ്മയായിരുന്നു അതിനൊക്കെ നേതൃത്വം നൽകുന്നത്. ഒരു കുടുംബിനി എന്ന നിലയിൽ പ്രതികൂല അവസ്ഥകളിൽ ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾക്ക് ഓരോ കുടുംബിനിക്കും മാതൃകയായി സ്വീകരിക്കാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിനും ധാരാളം പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം കടന്നു വരാൻ സാധ്യതയുണ്ട്. അവിടെയെല്ലാം ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ മൗനമായിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ വലിയ ശാന്തതയും സമാധാനവും ഐക്യവും എല്ലാ നന്മകളും ദൈവം കൊണ്ടുവരും. ഇപ്രകാരം പരിശുദ്ധ അമ്മ എല്ലാവർക്കും മാതൃകയായിട്ടാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അത് നമുക്ക് മാത്രമല്ല, പുരുഷനും എല്ലാവർക്കും ലോകത്തിന് മുഴുവൻ അനുകരിക്കാൻ പറ്റുന്ന ഒരു വലിയ മാതൃകയാണ് പരിശുദ്ധ അമ്മ. ഇത്രയും സമയം നമ്മൾ സംസാരിച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഹൗവയും മാതാവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഇന്നീ കാലഘട്ടത്തിലും ഹൗവയെ പോലെയുള്ള സ്ത്രീകളുമുണ്ട്, മാതാവിനെ പോലെയുള്ള സ്ത്രീകളുമുണ്ട്. പ്രാർത്ഥിച്ച് കുടുംബത്തെ രക്ഷിക്കുന്ന മക്കളുമുണ്ട്, പ്രാർത്ഥന എന്തെന്നുപോലും അറിയാതെ നടക്കുന്ന, ലോകത്തിൻ്റെ പിറകെ നടക്കുന്ന മക്കളുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് പരിശുദ്ധ അമ്മയെ മാതൃകയാക്കി സ്വീകരിച്ച്
പരിശുദ്ധ അമ്മ എപ്രകാരമായിരുന്നു ആ കുടുംബത്തെയും ഈ ലോകത്തെയും രക്ഷിച്ചത് നമ്മൾക്ക് നോക്കാം. അവിടെ പരിശുദ്ധ അമ്മ സഹനങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും എല്ലാം പോകുമ്പോൾ പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ തിരുക്കുടുംബമായി ഉയർത്തി ലോകത്തിന് തന്നെ മാതൃകയായി ഉയർന്ന് നമ്മൾക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുക ശക്തിയും ബലവും തന്നെയാണ് സ്ത്രീകൾ എന്ന നിലക്ക്. ഹൗവയും ആദവും ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരും ദൈവം സ്ഥാപിച്ച കുടുംബവും ദൈവകൽപ്പനകൾ ലഭിച്ചവരും ദൈവസ്നേഹം അനുഭവിച്ചവരും എല്ലാമായിരുന്നു. എന്നിട്ടും അവർ ആ ദൈവത്തെ അനുസരിക്കാതെ, ആ നന്മയെ അനുസരിക്കാതെ ആ സാത്താൻ്റെ പിറകെ പോയി. അതുകൊണ്ട് വലിയ നാശത്തിലേക്ക് ആ കുടുംബം പോകുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ആവശ്യകത ഉണ്ടെന്നാണ് ഇതിലൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഒരു കുടുംബത്തിൽ ഒരു തിന്മയും കയറാതിരിക്കാൻ അത് ശക്തമായി പ്രാർത്ഥിക്കേണ്ട ആവശ്യം അനിവാര്യം തന്നെയാണ്. അത് ഓരോ കുടുംബിനികളും വ്യക്തമായി മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മയെ കൂട്ടിച്ചേർന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഭവനത്തിലിരുന്ന് ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനും കുടുംബത്തെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തം ഒരു സ്ത്രീയിൽ അടങ്ങിയിരിക്കുന്നുവെന്നും ഇതിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ചേച്ചി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ന് ഹൗവയെ പോലെ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് കുടുംബനാഥന്മാരുണ്ട്. ഹൗവയ്ക്ക് ദൈവം അവിടെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിരുന്നിട്ടും ഹൗവ അവിടെ പ്രലോഭനത്തിൽ വീഴുകയാണ്. ഒരു അനുസരണക്കേട് അവൾ കാണിക്കുകയാണ് അവിടെ. ഇതുപോലെ തന്നെ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ടായിട്ടും പിന്നെയും പ്രലോഭനങ്ങളിൽ വീഴുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മളിവിടെ മാതൃകയായിട്ട് പരിശുദ്ധ ദൈവമാതാവിനെ എടുത്തുകൊണ്ട്, മാതാവ് എല്ലാ സഹനങ്ങളും സ്വീകരിച്ചവളാണ്, സന്തോഷപൂർവ്വം സ്വീകരിച്ചവളാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രലോഭനങ്ങൾ നമ്മൾക്കുണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ നമ്മൾ ഓരോ സ്ത്രീകളും ശക്തി പ്രാപിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. നമ്മുടെ സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ വീഴാത്തവരായി ദൈവകൃപ ഉള്ള മക്കളായി മാറാൻ ശ്രദ്ധിക്കാം. ഇതിനായിട്ട് നമുക്ക് മാതാവിൻ്റെ മധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുക്കുടുംബത്തിൻ നാഥയമമ്മേ, യേശുവിനമ്മേ, മാതാവേ. തിരുക്കുടുംബത്തിൻ നാഥയമമ്മേ, യേശുവിനമ്മേ, മാതാവേ. എൻ്റെ കുടുംബത്തിൻ അമ്മയായി വാഴണമേ, എൻ്റെ ജീവൻ്റെ നാഥയായി മാറി
കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ ആമൃതം